ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഖലീഫയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് റെക്കോർഡ് വേഗത്തിലാണ് കളക്ഷൻ കൂടുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിനിമയ്ക്ക് എങ്ങും ആവറേജ് ആവറേജ് റെസ്പോൺസാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇതുവരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ മിന്നിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഏകദേശം 2.5 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇന്ന് ട്രാക്കിങ്ങിലൂടെ വിറ്റുപോയതായി പുറത്തു വരുന്നത്. ഇതുവരെ 4,30,00,000 രൂപയോളം ട്രാക്ഡ് കളക്ഷനായി സിനിമ വന്നിരിക്കുന്നു. ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് 5 കോടി തൊട്ട് 5.5 കോടിക്കിടയിലായിരിക്കാം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നുള്ളതാണ്. സിനിമയ്ക്ക് വേൾഡ് വൈഡായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 10 കോടി തൊട്ട് 12 കോടി വരെ വരും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഹൈലി പോസിറ്റീവായിരുന്നു വന്നിരുന്നെങ്കിൽ ഒരു 25 കോടി വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ആദ്യ ദിനമെങ്കിൽ. സിനിമയ്ക്ക് ആവറേജ് രീതിയിലാണ്. പക്ഷേ ഒരു ഗംഭീര സ്റ്റൈലിഷ് അപ്പിയറൻസ് ആണ് ഇതിനകത്തിൽ പൃഥ്വിരാജിൻ്റെതെന്ന് എല്ലാവരും ഉറപ്പാക്കി, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന കാര്യവുമാണ്. എന്തായാലും ഇന്ന് 1735 ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയും കേരള ബോക്സ് ഓഫീസിൽ ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം നല്ല ലെവലിൽ കൂടുന്നു എന്നുള്ള ഒരു കാര്യം കാണാൻ കഴിയുന്നു. സിനിമയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇനി വരുന്ന ഓണനാളുകളിൽ സിനിമയ്ക്ക് എങ്ങനെയായിരിക്കാം എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. മോഹൻലാലിൻ്റെ പ്രസൻസ് സിനിമയ്ക്ക് അത്ര ഗുണം ചെയ്തോ എന്ന് ചോദിച്ചാൽ അവസാന 3 മിനിറ്റ് ആളുകൾ കയ്യടി കൊണ്ട് എതിരേറ്റു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. എന്താണേലും ഈ ഒരു സിനിമ പ്രതീക്ഷിച്ചതിൻ്റെ മുകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ ക്യാമിയോ റോൾ ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ആ ഒരു ഗെറ്റപ്പിലേക്ക് വരുമ്പോൾ സിനിമ ആളിക്കത്തുമെന്നായിരുന്നുവെങ്കിലും സിനിമയ്ക്ക് ആവറേജ് മാത്രമാണ് ലഭിച്ചത്. ആദ്യ 2 ദിനങ്ങൾ കൊണ്ട് തന്നെ സിനിമ 20 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.